നല്ലൊരു ഫാന്റസി ത്രില്ലർ പ്ലസ് കോമഡി ജോണർ മൂവി ആയിട്ടാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു കോളേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകന്റെ ശരീരം നിയന്ത്രിക്കുന്നു. സോ ഇത് മനസ്സിലാക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ അതിന് പിന്നിലെ രഹസ്യം എന്തെന്ന് അറിയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് പോകുന്നത്. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ് തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും പെർഫോമൻസ് ഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഷറഫുദ്ദീന്റെ പെർഫോമൻസിൽ എസ്പെഷ്യലി ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഗംഭീരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ നാളുകൾക്ക് ശേഷം സുരാജ് വെഞ്ഞാറമൂടിന്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ചിരി നിറഞ്ഞിട്ടുള്ള ഒരു റോൾ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണുവാനായിട്ട് സാധിച്ചു. ഓൾസോ ഒരു ഭാവിയിലെ വാഗ്ദാനം എന്നുള്ളതൊക്കെ പോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ആക്ടറും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതാണ് സന്ദീപ് പ്രദീപ്. കോമഡി ആണെന്നുണ്ടെങ്കിലും ആക്ഷൻ രംഗങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാ റോളുകളും പുള്ളിക്ക് ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് സന്ദീപ് പ്രദീപിന്റെ ഈ ഒരു സിനിമയിലുള്ള ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് വലിയൊരു പോസിറ്റീവായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ട് തന്നെ സിനിമയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളും ഒക്കെ തന്നെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യിപ്പിക്കാണ്ട് വളരെ രസകരമായിട്ട് തന്നെ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫീലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഈ ഒരു സിനിമ ഒരു ഫാന്റസി ത്രില്ലർ ജോണർ ആണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കോമഡികളും ആഡപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ നല്ല രീതിയിൽ ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഒരു നല്ലൊരു വാച്ച് സമ്മാനിക്കുന്ന മൂവി ആയിട്ടാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.